ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനേ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിലോ, ഞാൻ ഇന്നലെ വൈകിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഖത്തറിൽ ഒരുപാട് ഹൈപ്പർ മാർക്കറ്റുകളിൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് പ്രൈസ് കൂട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു നാലഞ്ച് ആൾക്കാർ വന്നിട്ട് എനിക്കിതിൻ്റെ അടിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു റിയാലിന് നിനക്ക് എവിടെ നിന്നാണ് തക്കാളി കിട്ടിയത്, അതുപോലെ ഒരു റിയാലിന് നീ ഏത് കാലത്താണ് നീ സബോള വാങ്ങിയത്, പിന്നെ ഞാനും ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ഒരാളാണ്, എനിക്കറിയാം പ്രൈസിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ട്. കമൻ്റ് ഇട്ടുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വ്യക്തതയോടുകൂടി തന്നെ പറഞ്ഞ കാര്യമാണ്. കാരണം ഞാൻ എവിടെയെങ്കിലും കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞൊരു കാര്യമില്ല. കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഞാൻ വാങ്ങിയ സാധനത്തിൻ്റെ പ്രൈസ് ഞാനിതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് ബ്രൗഷറൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാനത് എടുത്ത സ്ഥലം ഞാൻ പേര് പറയാൻ പാടണമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനതിൻ്റെ പോസ്റ്റർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ സബോളക്ക് ഒരു റിയാലേ ഉണ്ടായിട്ടുള്ളൂ. ഇതേ സാധനം നിങ്ങൾ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഹോൾസെയിലായിട്ട് അവിടെ ഓഫർ ഇടുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് 2 റിയാലിനും 3 റിയാലിനും വിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അത് നമുക്കറിയാം. നമ്മൾ ഒരുപാട് സൂപ്പർ മാർക്കറ്റ് കണ്ടുള്ളത് തന്നെയാണ്. ഹൈപ്പർ മാർക്കറ്റിൽ വില കുറവിന് ഓഫറിലിടുന്ന വെള്ളം, അതുപോലെ സബോള, തക്കാളി, പച്ചമുളകൊക്കെ അവിടെ നിന്ന് ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ 4-5 റിയാലിന് വിൽക്കുന്ന ആൾക്കാരാണ് ഈ സൂപ്പർ മാർക്കറ്റ്. ഇവിടെ ഈ ചെറിയ മിനി വക്കാലക്കട നടത്തുന്ന ആൾക്കാരൊക്കെ പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വാങ്ങിയ പ്രൈസ് ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ കാണിച്ചില്ല. 3 ദിവസം 4 ദിവസം മുമ്പത്തെ പ്രൈസ് ആട്ടത്. ഓക്കെ, അത് നിങ്ങൾ കണ്ടു നോക്ക്. എന്നിട്ട് ഞാൻ പറയുന്നത് കള്ളാണോ അല്ലെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇവർ പറയുന്ന പോലെ ഒരു റിയാലിന് നമുക്ക് അവിടെ സബോള കിട്ടിയെന്ന് ഇവർ ചോദിക്കുന്നുണ്ടല്ലോ. സബോള കിട്ടിയിട്ടുണ്ട്. സബോളയുടെ പ്രൈസ് കയ്യിൽ കാണിക്കാം. ഉരുളൻകിഴങ്ങിന് 1 റിയാൽ 50 പൈസ ഉണ്ടായിരുന്നുള്ളൂ കിലോന്. ആ സാധനത്തിന് ഇപ്പം നിങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 റിയാൽ 5 റിയാലായി. സബോളക്ക് 6 റിയാലായി. ലുലുവിൽ സബോളക്ക് മാത്രം വില കൂടിയിട്ടുള്ളൂ എന്നാണ് ഒരു ചേട്ടൻ പറഞ്ഞത്. ലുലുവിൽ സബോളക്ക് മാത്രമല്ല വില കൂടിയിട്ടുള്ളത്. അങ്ങോട്ട് ചിലപ്പോൾ സബോള മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. എല്ലാ സാധനത്തിനും വില കൂടിയിട്ടുണ്ട്. പച്ചക്കറിക്ക് എല്ലാത്തിനും വില കൂടി. ഇവർ ഓഫർ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, പ്രൈസ് കൂട്ടിയിട്ടുള്ളത്. സത്യത്തിൽ ഓഫർ കഴിഞ്ഞാലും കേൾക്കുന്നതിനൊരു പരിധിയില്ലേ. ഞാൻ ചോദിക്കുന്നത്, ഇത് സ്വർണത്തിന് വില കൂടുന്ന പോലത്തെ പരിപാടിയാണ്. സ്വർണത്തിന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന സ്വർണത്തിന് പവന് ഒരു 60,000 രൂപയാണെങ്കിൽ ഈ വർഷം 1 ലക്ഷം രൂപ എന്ന് വിചാരിച്ചോ. അപ്പോഴും പണിക്കാശ് 60,000 രൂപക്ക് ഉണ്ടാക്കി വെച്ച സ്വർണത്തിൻ്റെ അതേ പണിക്കാശാണ് ഇപ്പോൾ 1 ലക്ഷത്തിൻ്റെ സ്വർണം വരുമ്പോഴും ആവാൻ പാടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ 1 ലക്ഷത്തിൻ്റെ എത്രയാണോ 1 ലക്ഷം വരുന്നത് അതിൻ്റെ ഗ്രാമിൻ്റെ കണക്ക് വെച്ചിട്ടാണ് സ്വർണത്തിന് പണിക്കൂലി മേടിക്കുക. ഇതേ പരിപാടികളാണ് ഈ ഹൈപ്പർ മാർക്കറ്റുകാരും ചെയ്യണത്. നിങ്ങൾ 2-3 മാസം മുമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള സാധനത്തിന് ഇപ്പോൾ എങ്ങനെ പ്രൈസ് കൂടുന്നത്? അന്ന് 1 റിയാലിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ സാധനം ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ 2 റിയാലിന് കൊടുക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അത് 5 റിയാലാക്കി? അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഈ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇതിനിടയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അയാൾ ചെയ്യുന്ന പരിപാടി നിങ്ങളിതിന് ഉത്തരം പറഞ്ഞു. കാരണം നിങ്ങൾക്ക് ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സാധനം വരുന്നില്ല. ഇങ്ങനെ വരാത്തൊരു സാധനം നിങ്ങൾക്ക് മുമ്പ് ഇറക്കിയ സ്റ്റോക്ക് ഉണ്ട് എന്ന് ഒരു വ്യക്തി ഇതിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഒരുപാട് പ്രവാസികൾ അത് വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് മാറിയപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. പക്ഷെ നമ്മളത് ഫേക്ക് ആയിട്ട് ന്യൂസ് ഒന്നുമല്ല. നിങ്ങളിത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാഴ്ച മുമ്പത്തതും ഇപ്പോഴത്തെ പ്രൈസും ഇനി ഒരാഴ്ച കഴിഞ്ഞാലുള്ള പ്രൈസും നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പം ഞാനത് നോക്കിയിട്ട് നിങ്ങൾ പറയും. അതുപോലെ തന്നെയാണ് ഇവിടെ ഇനിയിപ്പോൾ അടുത്ത ഒരാഴ്ച കൊണ്ട് മാക്സിമം ഇവിടെ സാധനങ്ങൾക്ക് വില കൂടും. 100% ഉറപ്പാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നല്ല. അതിൻ്റെ അപ്ഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിടാം. ഇതാണ് ഞാൻ ഈ ഒരു ചേട്ടന് വേണ്ടി മാത്രമല്ല കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തത കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട പോസ്റ്റ്. ഓക്കെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ബാക്കി പറയാം. നിങ്ങൾ ആദ്യം ഉണ്ടല്ലോ ഈ ഒരു കമൻറ്റ് വായിക്കട്ടെ. ഇതിലേത് കമൻറ്റ് വേണ്ട, ഇത് എനിക്ക് വന്ന കമൻറ്റാണ്. സംഭവം നമ്മൾ കമൻറ്റ് ചെയ്യണമൊക്കെ നല്ലതാണ്. നമ്മൾ അതിനൊരു റിപ്ലൈ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ എന്തായാലും ഞാൻ അതിൻ്റെ പ്രൈസ് ലിസ്റ്റ് കാണിച്ചു തരാം. ഇത് ഞാൻ അന്ന് വാങ്ങിയ സാധനത്തിൻ്റെ പ്രൈസ് ലിസ്റ്റാണ്. ഇതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഓറഞ്ചിന് 2 റിയാൽ. കണ്ടില്ലേ, 2 റിയാലാണ് കിലോന് ഉണ്ടായിരുന്നുള്ളൂ ഈ സാധനത്തിന്. അതുപോലെ ആപ്പിളിന് കിലോന് 4 റിയാൽ ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ 7 റിയാൽ 8 റിയാലാണ്. ഓക്കെ, അത്രയും പ്രൈസ് മാറ്റം വന്നിട്ടുണ്ട്. ഇത് എവിടെ എന്നുള്ളത് ഞാൻ കാണിക്കുന്നില്ല. സബോള ആ ചേട്ടൻ പറഞ്ഞ പോലത്തെ സബോളയുടെ പ്രൈസ് നിങ്ങൾ കണ്ടോ? സബോളക്ക് എത്രയാണ് റേറ്റ് എന്നുള്ളത് നിങ്ങൾ നോക്ക്. 1 റിയാൽ കിലോന് ഉണ്ടായിരുന്ന സാധനമാണ്
ഈ 1 റിയാലിന് വാങ്ങിയ സാധനം വില കൂട്ടി കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാർ ബിരിയാണി വെക്കും പെരുന്നാളായിട്ട്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഉരുളക്കിഴങ്ങിൻ്റെ വില ഉണ്ട് നിങ്ങൾ 1 റിയാലിന് 50 പൈസ. ഇതൊക്കെ ഈ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. മാക്സിമം 2 റിയാലാണ് ഈ സാധനത്തിന് ഉണ്ടായിരുന്നുള്ളൂ മാർക്കറ്റ് പ്രൈസ്. അതിൻ്റെ വില കൂടി. ഇത് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിൻ്റെ അടിച്ച് ഇട്ടത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയും. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റും, നിങ്ങൾ ഏത് സൂപ്പർ മാർക്കറ്റ് നോക്കിക്കോ, ഏത് സൂപ്പർ മാർക്കറ്റിൽ ഇവർ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും അതുപോലെ ജപ്പാനിൽ നിന്നൊക്കെ ഇവർ പച്ചക്കറിയും വെജിറ്റബിൾസും ഇറക്കണ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൈപ്പർ മാർക്കറ്റ്. ഓക്കെ, ഹൈപ്പർ മാർക്കറ്റിൽ അവർ ബൾക്കായിട്ട് കണ്ടെയ്നർ സാധനം ഇറക്കിയിട്ട് കൊണ്ടുവരുന്ന സാധനം ഒന്നെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഇവർ പോയിട്ട് അവിടെ നിന്ന് ഓഫറിന് മേടിക്കും. എന്നിട്ട് ഇവർ ചെറിയ ചെറിയ വക്കാലക്കടകളുണ്ടാവും. ഓരോ സ്ട്രീറ്റിലും ഓരോ സൂക്കിലും വക്കാലക്കടകളുണ്ടാവും. ചെറിയ മിനി സൂപ്പർ മാർക്കറ്റുണ്ടാവും. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ഈ 2 റിയാലും 3 റിയാലും കിട്ടുന്ന സാധനം ഇവർ 5 റിയാലിന് 6 റിയാലിന് വിൽക്കുന്നത്. ഇപ്പോൾ ഇവരെ ഏതെങ്കിലും വക്കാലക്കടകളിലോ സൂപ്പർ മാർക്കറ്റിലോ ഉപയോഗിക്കുന്നെങ്കിൽ പ്രൈസിന് സാധനം കിട്ടില്ല. കാരണം അത് വില കൂടി. അതാണ് സംഭവം. പിന്നെ എല്ലാ വക്കാലക്കടക്കാരും ചെറിയ ചെറിയ മിനി സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവരും ഇവിടെയുള്ള പച്ചക്കറി മാർക്കറ്റുകളുണ്ട്. പച്ചക്കറി മാർക്കറ്റുകൾ, വെജിറ്റബിൾ മാർക്കറ്റ് എന്ന് പറയും. അതുപോലെ ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ മാർക്കറ്റുകളുണ്ട്. ബൾക്കായിട്ട് ഈ കരമാർഗം, കടൽ മാർഗമല്ല കേട്ടോ, കരമാർഗം വരുന്ന പച്ചക്കറികൾ ഇവിടെ വരും. സൗദിയിൽ നിന്നും ദുബായിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾ വന്നിട്ട് അത് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന ആളുകളാണ് ഇവർ. കൂടുതൽ ആൾക്കാർ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യണം. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മീൻസ് ഒരു 2-3 days ആയിട്ട് ഈ സാധനങ്ങൾ വരവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾ മെയിനായിട്ട് ചിന്തിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ മുതലാളിമാരും നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കച്ചവടം ചെയ്യണത്. അതാദ്യം നിങ്ങൾ ചിന്തിക്കുക. എൻ്റെ കയ്യിലൊരു രൂപയുടെ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിനക്ക് ഒരു 1.5 റിയാലിന് ഞാൻ വിൽക്കണം, എങ്കിൽ മാത്രമേ എനിക്കതിൽ 50 പൈസ ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു മുതലാളിമാരും ഇവിടെ ആരെ സഹായിക്കാനും അല്ലെങ്കിൽ നല്ലൊരു പുണ്യമാസമാണ് ഞാൻ അവനക്കൊരു നല്ല അധികം കൊടുക്കണം എന്നിട്ടുള്ള പരിപാടി അതൊന്നുമില്ല. അതൊക്കെ ഒരു പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അതിൻ്റെതായ വഴിക്ക് വേറെ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ കച്ചവടം ചെയ്യുന്നത് എല്ലാവരും ലാഭം കിട്ടാനാണ്. അപ്പോൾ മാർക്കറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് മാർക്കറ്റിംഗ് ചെയ്യുക, അത് സെയിൽ ചെയ്യുക എന്ന് പറയുന്നത് ബെസ്റ്റ്. ഒരു മാർക്കറ്റ് ചെയ്യുന്ന ഒരാളാണ് നല്ലൊരു ബിസിനസ്സുകാരെന്ന് പറയുന്നത്. അങ്ങനെ അല്ലാത്തവൻ 4 ആളെ സഹായിക്കാൻ വേണ്ടി ചെയ്യണവനാണെന്നുണ്ടെങ്കിൽ അവനൊരു ബിസിനസ്സുകാരനല്ല. സോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരും നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർ മാർക്കറ്റിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്യും, മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ട്, മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് നമ്മൾ കിട്ടുന്ന പ്രൊഡക്റ്റ് വില കൂട്ടി വയ്ക്കുമ്പോഴാണ് അവർക്ക് അതിൻ്റെതായ ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരത് ചെയ്യുന്നുണ്ട്. അത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. അതൊക്കെ അതെല്ലാം എന്ന് പറയുന്നില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ആളുകൾ. അതാണ് ഞാൻ പറയുന്നില്ല. ആ പറഞ്ഞ വ്യക്തികളുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാതിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ട് പറഞ്ഞതാണ്. ഇനി വാങ്ങാത്ത ആളുകൾ ഒന്ന് അപ്ഡേറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടൊരു പോസ്റ്റാണത്. അല്ലാതെ ഇതാരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും തരം താഴ്ത്തി കാണിക്കാനോ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല. പിന്നെ ഇതിൽ പല ആൾക്കാരും പല അഭിപ്രായക്കാരായിരിക്കും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആരും നന്നാക്കത്തില്ല. ഇത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 2-3 ദിവസം നിങ്ങളെ സപ്പോർട്ട് ചെയ്തൊരു ആൾക്കാരുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഓരോരോ കാര്യം നോക്കും. ഈവൻ ഇപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും. മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ ഫിഷ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പേഴ്സണലി ഒരു ചോദ്യം ചോദിക്കുന്നത് ഞാൻ, ഫിഷ് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും വരുന്നുണ്ട്, മീറ്റ് എവിടെന്നെങ്കിലും വരുന്നുണ്ട്. നിങ്ങൾ ആട് പെരുന്നാളായി കഴിഞ്ഞാൽ നിങ്ങൾ ആട്ടിറച്ചി വാങ്ങി കഴിച്ചു. ആട് നിങ്ങൾക്ക് ഇവിടെ സുലഭമായിട്ട് കിട്ടും. ബീഫ് കിട്ടത്തില്ല. ബീഫ് ഫുള്ള് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. എല്ലാ GCC രാജ്യങ്ങൾക്കും ബീഫ് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് ഇമ്പോർട്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ലുലുവിലേക്ക് ഏറ്റവും കൂടുതൽ ബീഫ് ഇമ്പോർട്ട് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഇന്ത്യയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അവരെ UP വലിയൊരു സംഭവമുണ്ട്, ബീഫിൻ്റെ എക്സ്പോർട്ട് ചെയ്യുന്ന സംഭവമുണ്ട്. എല്ലാ രാജ്യത്തു നിന്നും ബീഫ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മട്ടൺ ഉണ്ടല്ലോ, മട്ടൺ നിങ്ങൾ വാങ്ങിക്കോ. ഇവിടെ നിന്ന് നിങ്ങൾ മട്ടൺ വാങ്ങാം, നിങ്ങൾക്ക് ചിക്കൻ മേടിക്കാം. ഇത് രണ്ടും ഇവിടെ അവർ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അവർക്ക് ഇവിടെ സ്വന്തമായിട്ട് ഫാമുകളും കാര്യങ്ങളുണ്ട്. ഒട്ടകത്തിന് ഇവിടെ ഫാമുകളുണ്ട്. മട്ടനിവിടെ ഒരുപാട് ഫാമുകളുണ്ട്. പക്ഷേ ബീഫിന് ഫാമുകൾ വളരെ കുറവാണ്. ബീഫ് കൂടുതലും ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. ഫിഷ് കൂടുതലും ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണ്. ഇവിടെ ഫിഷ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ബോട്ടിങ് നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോട്ടിങ് പാടില്ല. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ നോക്കാത്തുള്ളൂ. പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ സംഭവം. പക്ഷെ അവിടെ ഇപ്പോൾ എക്സ്പോർട്ടിങ് നടക്കുന്നില്ല. കാരണം അത് എന്താ പറയുക, കടൽ മാർഗം അല്ലെങ്കിൽ ഫ്ലൈറ്റ് മാർഗം ഈ സാധനം കൊണ്ട് വരിക.
ഇന്ത്യയിൽ ഇപ്പോൾ സാധനം കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ കടൽ മാർഗം വരണം, അതല്ലാന്നുണ്ടെങ്കിൽ എയർ ഫ്ലൈറ്റ് വഴി വരണം. ഈ രണ്ട് സംഭവം ഇപ്പോൾ സ്റ്റോപ്പിടാണ്. പിന്നെ ആകെ സൗദിയിൽ നിന്നും വരണം, അതല്ലെങ്കിൽ ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ, വേറെ എവിടെ നിന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്താണോ ഇപ്പോഴത്തെ കാര്യങ്ങളെന്നുള്ളതൊന്ന് അപ്ഡേറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുള്ളൂ. ഓക്കെ.